إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, ഇന്നലെ ലോക വായനാ ദിനമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി വായിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം സംഘർഷഭരിതമായ പശ്ചിമേഷ്യയെ സംബന്ധിച്ചാണ്. ആ വായിച്ച വരികളുടെ കൂട്ടത്തിൽ ഹൃദയത്തിൽ ഉടക്കിയ ഒരു വാക്ക്, ഒരു വരി അതിപ്രകാരമാണ്: അനീതി പേമാരിയായി പെയ്യുന്നിടത്ത് അക്രമം പായൽ പോലെ പറ്റിപ്പിടിച്ച് കിടക്കും. അതിക്രമി ഒരിക്കലെങ്കിലും അതിൽ ചവിട്ടി വീഴാതിരിക്കില്ല. ഒരുപക്ഷെ ലോകത്ത് അനീതിയുടെയും അസമാധാനത്തിൻ്റെയും അക്രമങ്ങളുടെയും പ്രൊഡ്യൂസർമാരായ ജൂതവർഗത്തിൻ്റെ മറ്റൊരു വീഴ്ചയുടെ തുടക്കമായേക്കാം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിഷയം. കാരണം കഴിഞ്ഞ 78 വർഷത്തോളം പലസ്തീൻ്റെ മണ്ണിൽ കയ്യേറ്റം നടത്തുകയും അക്രമം നടത്തുകയും അനീതി കാണിക്കുകയും കുഞ്ഞുങ്ങളെ അടക്കം അരിങ്കൊല ചെയ്യുകയും ചെയ്ത് തോന്നിയാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ തെമ്മാടി രാഷ്ട്രമായ ജൂത സമൂഹത്തിൻ്റെ നാട്. അവരെ വിശുദ്ധ ഖുർആൻ
പരിചയപ്പെടുത്തിയ പേര് തന്നെ നമ്മെ ഈ സമയത്ത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം ആലി ഇമ്രാനിൻ്റെ 112-ാമത്തെ വചനത്തിൽ അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ളുരിബത്ത് അലൈഹിമുദ്ദില്ലത്തു ഐനമാ സുഖിഫു, അവരെ എവിടെ വെച്ച് കണ്ടാലും അവർക്ക് നിന്ദ്യത ബാധിച്ചിരിക്കുന്നു, അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇല്ലാ ബിഹബ്ലിൻ മിനല്ലാഹി വഹബ്ലിൻ മിനന്നാസ്, അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും പാർശ്വം പിടിച്ചുകൊണ്ടല്ലാതെ, എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഒപ്പം നിന്നിട്ടല്ലാതെ അവർക്ക് സ്വമേധയാ നിൽക്കാനുള്ള ധൈര്യമില്ലാത്ത ആളുകളാണ് അവർ. വബാഉ ബിഗളബിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപവുമായി മടങ്ങിപ്പോകുന്ന ആളുകളാണവർ. വദുരിബത്ത് അലൈഹിമുൽ മസ്കനത്തു, അവർക്ക് നിർഗതി പതിത്തം അവരെ ബാധിച്ചിരിക്കുന്നു. ഇതെല്ലാം വിശുദ്ധ ഖുർആൻ ഈ വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ്. കണ്ടു നമ്മൾ കഴിഞ്ഞ 21 മാസക്കാലം ഗസയുടെ മണ്ണിൽ നമ്മുടെ സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ അഹങ്കാരം മൂത്തിട്ട് അവരുടെ നാട്ടിൽ നിന്നും 1770 കിലോമീറ്റർ അകലെയുള്ള ഷീഈ രാജ്യമായ ഇറാനെ കയറി അടിച്ച് അതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുമാകട്ടെ, ചില ആളുകളൊക്കെ യുദ്ധത്തെ ആഘോഷമാക്കുന്നത് കാണാറുണ്ട്. യുദ്ധത്തെ വല്ലാതെ ആഘോഷിക്കുന്ന സോഷ്യൽ മീഡിയയും അതേപോലെ മറ്റുള്ളതായ മാധ്യമങ്ങളും നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അതിലെല്ലാം യുദ്ധം വല്ലാതെ ആഘോഷിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ മുന്നോട്ട് വരുന്നത് കാണാം. നമ്മളൊരു വിശ്വാസി സമൂഹം എന്ന നിലയിൽ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പിൽ നമുക്ക് 2 അടിസ്ഥാന കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാൻ. നമ്മൾ പക്ഷത്ത് നിൽക്കണ്ട എന്നല്ല. ഒരു യുദ്ധം 2 കക്ഷികൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഒരു പക്ഷക്കാർ നമ്മളാകണം. ആ പക്ഷമാകണമെങ്കിൽ 2 അടിസ്ഥാന തത്വങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, വിശ്വാസപരമായി നമ്മളോട് അനുനയമുള്ള ആളുകളോ വിശ്വാസപരമായി നമ്മളെ വിമർശിക്കാത്ത ആളുകളോ ആണ് എങ്കിൽ അവരോടൊപ്പം ചേരാം. രണ്ടാമത്തേത്, നീതിയുടെ പക്ഷത്തായിരിക്കണം നമ്മൾ. ഒരുപക്ഷെ ആദർശപരമായി ഒന്നായേക്കാം, പക്ഷേ നീതി മറ്റൊരു പക്ഷത്താണ് എങ്കിൽ ആ നീതിയുടെ പക്ഷത്തായിരിക്കണം സത്യവിശ്വാസികൾ ഉണ്ടാകേണ്ടത്. മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് റോമും പേർഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇത്. എങ്കിലും റോമും പേർഷ്യയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ സഹാബി വൃന്ദം അവർ റോമിൻ്റെ പക്ഷത്ത് ചേർന്നു. കാരണം എന്താ? റോം അഹ്ലി കിതാബികളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധനത്തിന് അവരുടെ ഭാഗത്തു നിന്ന് തടസ്സങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെയും എല്ലാം ഉപരി അവരുടെ പക്ഷത്ത് നീതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ മുസ്ലിം സമുദായം പക്ഷം ചേരുക, കക്ഷി ചേരുക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്നിവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഇരു വിഭാഗങ്ങളുമായി ആശയപരമായും ആദർശപരമായും നമുക്കൊരുപാട് വിയോജിപ്പുകളുണ്ട് മുസ്ലിം ലോകത്തിന്. ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ പാടെ അവഗണിച്ചുകൊണ്ട് ധിക്കാരികളായി മാറിയ ജൂത വിഭാഗവും, മറ്റൊരു വിഭാഗം ആ ജൂതൻ്റെ അവിഹിത സന്തതിയായി വന്നിരിക്കുന്ന ഷീഈ വിഭാഗവുമാണ്. പക്ഷേ നീതിയുടെ പക്ഷത്ത് നിൽക്കാനുള്ള ബാധ്യത മുസ്ലിം സമുദായത്തിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 9-ാം വചനത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം. നിങ്ങൾ നീതിക്ക് സാക്ഷികളാകുന്ന നിലയിൽ, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായ നിലയിൽ അള്ളാഹുവിൻ്റെ പക്ഷത്ത് നിലകൊള്ളണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീതിയുടെ പക്ഷത്ത് നമ്മൾ നിലകൊള്ളുമ്പോഴൊക്കെയും നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് നിലകൊള്ളുന്ന ആളുകളായി മാറും. ആര് യുദ്ധം ചെയ്താലും എവിടെ യുദ്ധം നടന്നാലും അതിൻ്റെ കെടുതികളും തിക്തഫലങ്ങളും
ആ നാട്ടിൽ മാത്രമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. യുദ്ധത്തെ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ ഒരു കാര്യമാണ്, എല്ലാ നാട്ടിലും അത് ബാധിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ക്രൂഡ് ഓയിലിനെല്ലാം വില കൂടി, നമ്മളുടെ എണ്ണകൾ പെട്രോളും ഡീസലും എല്ലാം വില വർദ്ധിക്കാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷന് ചാർജ് കൂടും, അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കും. അത് ആഗോള തലത്തിൽ മനുഷ്യന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമായി മാറുകയാണ്. പക്ഷേ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട്, മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഇസ്ലാമും മുസ്ലിങ്ങളുമാണ്. അത് നമ്മൾ മറന്നു പോകണ്ട. കാരണം 1947 നവംബർ 29 UN ഇസ്രായേൽ രാഷ്ട്രം പാസാക്കുന്നത്. പലസ്തീൻ്റെ മണ്ണിൻ്റെ 60% ജൂതന്മാർക്ക് മുറിച്ചു നൽകിക്കൊണ്ട് ഏകപക്ഷീയമായി അത് പാസാക്കിയെടുത്ത്. നാം ചരിത്രമൊന്ന് അറിഞ്ഞിരിക്കണം. ഈ സമയത്ത് പലവട്ടവും ഈ വിഷയങ്ങൾ ഈ മിമ്പറിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒരാവർത്തി കൂടി അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. 1948 ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നു. വരുമ്പോൾ ഒരു അജണ്ട ഉണ്ടായിരുന്നു. എന്തായിരുന്നു അജണ്ട? പലസ്തീൻ്റെ 60% മണ്ണ് കൊണ്ട് ഇസ്രായേലുകാർ തൃപ്തരല്ല. അവർക്ക് ലെബനൻ വേണം, സിറിയ വേണം, അതുപോലെ പലസ്തീൻ വേണം, സൗദി അറേബ്യ വേണം. ഈ 4 രാജ്യങ്ങൾ അടങ്ങുന്ന വിശാലമായ ഇസ്രായേൽ രാഷ്ട്രത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിനുള്ള തുടക്കങ്ങൾ അവർ കുറിച്ചു. സൗദി അല്ലാത്ത ബാക്കി എല്ലാ രാജ്യങ്ങളിലും അവർ ആക്രമണം നടത്തി. ഇനി ആക്രമിക്കാൻ ഉള്ള അവർ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ ഈ നാട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുസ്ലിം സമുദായം, വിശ്വാസി സമൂഹം എന്ന നിലയിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതെന്താ? എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇസ്ലാമിനെതിരെയും മുസ്ലിമീങ്ങൾക്കെതിരെയും ഇത്തരത്തിലുള്ളതായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിപക്ഷത്ത് നിർത്തുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. എന്തുകൊണ്ടാണ് ഇസ്ലാമും മുസ്ലിമീങ്ങളും പ്രതിസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഉത്തരത്തിന് അധികം തേടിപ്പോകേണ്ട ആവശ്യമില്ല. ഉത്തരം ലളിതമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. ഒട്ടും വളർച്ച നേടാത്ത മതം യഹൂദികളുമാണ്. അതെന്താ കാരണം? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വളരാൻ അതിന് പ്രത്യേകിച്ച് വളമിടേണ്ട ആവശ്യമില്ല. അത് വളർന്നുകൊണ്ടേയിരിക്കും. ഇതേ മിമ്പറിൽ 4 മാസങ്ങൾക്ക് മുമ്പ് ലോക ജനസംഖ്യയിൽ മുസ്ലിമീങ്ങൾ എത്ര എന്ന ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞത് 195 കോടിയാ പറഞ്ഞത്. അത് ഇന്ന് സെർച്ച് ചെയ്താൽ അത് 200 കോടിയായി മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 40% വളർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജൂതന്മാരോ 1.5 കോടിയിലാണുള്ളത്. അത് വളരില്ല. എന്താ വളരാത്തതിൻ്റെ കാരണം? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിലൊരു അന്ധവിശ്വാസമുണ്ട്. ജൂതമതത്തിലേക്ക് ഒരാൾക്ക് പുറത്തുനിന്ന് പ്രവേശിക്കാൻ പറ്റില്ല. ജൂതമതം സ്വീകരിക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ. ജൂതന്മാർ അവരിൽ നിന്ന് പെറ്റുപെരുകുന്ന ആളുകൾ മാത്രമാണ് അവരുടെ പോപ്പുലേഷൻ, അവരിലുള്ള ജനസംഖ്യ. കാരണം അവർ വിശ്വസിക്കുന്നുണ്ട് അവർ അള്ളാന്റെ വളരെ അടുത്ത ആളുകളാണ്, അള്ളാന്റെ ഇഷ്ടക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരിൽ പുറത്തു നിന്ന് ഒരാളെയും അവർ പ്രവേശിപ്പിക്കുകയില്ല. നോബിൾ ബ്ലഡാണ് അവരുടെ ബ്ലഡ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്, വിശുദ്ധ രക്തം. ആ വിശുദ്ധ രക്തം പ്രാപിക്കണമെങ്കിൽ അവരിൽ നിന്ന് തന്നെ പെറ്റുപെരുകണം. അതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു, വഖാലത്തിൽ യഹൂദു, വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 18-ാം വചനം. യഹൂദികൾ പറയും, വന്നസാറ, നസാറാക്കളും പറയും, നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങൾ അള്ളാന്റെ മക്കളാണ്, വഅഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാന്റെ ഇഷ്ടക്കാരാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ അവർക്ക് വളർച്ചയില്ല. വളരുന്ന മതം എന്ന നിലയിൽ ഏകദേശം 200 കോടിയോളമായി ഇന്ന് ലോകത്ത് മുസ്ലിം ജനസംഖ്യ. 2030 പൂർത്തിയാകുമ്പോഴേക്കും അത് 270 കോടിയിലേക്ക് എത്തും. അങ്ങനെ വന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള മതം ഇസ്ലാം മതമായി മാറും. അത് വരാൻ പാടില്ല, അതിന് തടയിടണം.
എന്തുകൊണ്ടാണ് ഇസ്ലാമിന് ഇത്രയും വലിയ വളർച്ച ഉണ്ടാകുന്നത്? മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. വിശ്വാസി സമൂഹം എന്ന നിലയിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഇസ്ലാമിൻ്റെ വളർച്ചയുടെ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കുകയും ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനെ പറിച്ചു കളയുകയും ചെയ്യൽ അനിവാര്യമാണ്. ഇസ്ലാം വളർച്ചയുടെ ഒന്നാമത്തെ കാരണം ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സമാധാനം തന്നെയാണ്. ലോക സമാധാനത്തിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള ഫിൻലാൻഡും 2-ാം സ്ഥാനത്തുള്ള ഡെൻമാർക്കും 3-ാം സ്ഥാനത്തുള്ള ഐസ്ലാൻഡും ഈ രാജ്യങ്ങളിലുള്ള ആളുകൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമാധാനവും സന്തോഷവും ഇസ്ലാമിക രാജ്യത്തുള്ള ആളുകളും മുസ്ലിമീങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. യാഥാർത്ഥ്യമാണത്, അല്ലേ? ഒരു വിഷമം ഉണ്ടായി നോക്ക്, മനസ്സിനൊരു പ്രയാസം ഉണ്ടായി നോക്ക്. മനസ്സിനൊരു പ്രയാസം വന്നാൽ ഓടി വന്ന് പള്ളിയിൽ കയറി അല്ലെങ്കിൽ ഒരു മുസല്ല വിരിച്ച് 2 റക്അത്ത് നമസ്കരിച്ചാൽ തീർന്നു നമ്മുടെ പ്രശ്നം, ഇല്ലേ? നമ്മളെ ബാധിക്കുന്ന ഒരു സങ്കടം വന്നാൽ എൻ്റെ റബ്ബേ എന്ന് ഒന്ന് വിളിച്ചാൽ തീർന്നു നമ്മുടെ പ്രശ്നം. അത്രയുള്ളൂ നമ്മളുടെ പ്രയാസങ്ങൾ. സമാധാനത്തോടെ ജീവിക്കുന്ന ഏക വിഭാഗം, ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ സ്ത്രീകൾ പാതിരാത്രിയിൽ പോലും യാത്ര ചെയ്യുന്ന നാട്ടിൽ 1, 2, 3 സ്ഥാനമുള്ളത് മദീനയ്ക്കാണ്, പിന്നെ മക്കയ്ക്കാണ്. സമാധാനത്തിൽ ലോകത്ത് ഇസ്ലാമാണ് മുമ്പിൽ എന്നതിൻ്റെ തെളിവാണത്. അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ സമാധാനത്തിൽ നിങ്ങൾ കൂട്ടമായി വരിക. ഈ സമാധാനം ഏത് സാഹചര്യത്തിലും നിലനിർത്തിക്കൊണ്ടുപോകാൻ വിശ്വാസിക്ക് കഴിയും. അതിൻ്റെ തെളിവാണ് ഇന്നത്തെ പലസ്തീൻ. 78 വർഷമായി അവർ യുദ്ധം നേരിടുന്നു, പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നു. യുദ്ധമൊഴിഞ്ഞ ഒരു അന്തരീക്ഷം പലസ്തീൻ്റെ മണ്ണിൽ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. ആ യുദ്ധമൊഴിയാത്ത അന്തരീക്ഷത്തിലും ഗസയുടെ ചുമരുകളിൽ, ഖുദ്സിന്റെ ചുമരുകളിൽ അവർ എഴുതി വെച്ച വാക്കിൽ മുഹമ്മദ്, മുഹമ്മദിനെ നേതാവായി അംഗീകരിക്കുന്ന ഒരു സമുദായം ഒരുത്തന്റെ മുന്നിലും മുട്ടുമടക്കൂല. എവിടെ എത്തിയവര്? പലസ്തീന്റെ മക്കള്. അവരെ കൊന്നൊടുക്കി ഒന്നും അല്ലാതെ ആക്കിയിരിക്കുകയാണ്, നാമാവിശേഷമാക്കി കളഞ്ഞ്. എന്നിട്ടും അവർ ഈ കഴിഞ്ഞ ബലിപെരുന്നാൾ ആഘോഷിച്ചു, അല്ലേ? 21 മാസങ്ങൾക്ക് മുമ്പ് ഹമാസിന്റെ പടയാളികൾ അവിടെ പോയി ബോംബിട്ടപ്പോൾ, അക്രമം നടത്തിയപ്പോൾ കഴിഞ്ഞ 21 മാസമായിട്ട് ഇസ്രായേലിൽ ഒരു ആഘോഷമില്ല. അവർ ആഘോഷങ്ങളൊക്കെ നിർത്തിവെച്ചു, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം 78 വർഷമായി അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചുട്ടിച്ചാമ്പലാക്കിയിട്ടും മുസ്ലിമീങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നു. ആ സമാധാനമാണ് ഇസ്ലാം ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അജബൻ ലി അംരിൽ മുഅ്മിൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ 7692 നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം വല്ലാത്തൊരു അത്ഭുതമാണ്. ഇന്നൽ അംറ കുല്ലഹു ലഹു ഖൈർ, എല്ലാ കാര്യവും അവന് ഖൈറാണ്. നന്മ ഉണ്ടായാൽ അവൻ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കും. പ്രയാസങ്ങൾ ഉണ്ടായാലോ സബറ, അവൻ ക്ഷമിക്കും. ഇതെല്ലാം അവന് നന്മയാണ്. മുസ്ലിം സമുദായത്തിന് അല്ലാഹു തആല നൽകിയ 5 പ്രത്യേകതകളിൽ ഒന്നാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ 335 നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഉഅ്തീതു ഖംസ, 5 കാര്യങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ലം യുഅ്തഹുന്ന അഹദുൻ ഖബ്ലി, എനിക്ക് മുമ്പുള്ള ഒരാൾക്കും ഒരു സമുദായത്തിനും ഈ 5 പ്രത്യേകത നൽകിയിട്ടില്ല. ആ 5 പ്രത്യേകതയിൽ ഒരു പ്രത്യേകത എന്താ? നുസിർതു ബിർറുഅബി മസീറത ശഹ്രിൻ, ഭയത്തിൽ നിന്ന് എൻ്റെ സമുദായം ഭയത്തിൽ നിന്ന് 1 മാസം ദൂരത്തിലായിരിക്കും. മറ്റുള്ളവരൊക്കെ പേടിച്ച് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴേക്ക് പേടിയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുള്ളൂ. ഭയമില്ലാത്തൊരു വിഭാഗമാണ് നമ്മൾ. എന്നാൽ ജൂതന്മാർ ലോകത്ത് ഏറ്റവും ഭയമുള്ള ആളുകളാണ്. ഭൂമിയിൽ അല്ലാഹു തആല അവർക്ക് നൽകിയിരിക്കുന്ന ഒരു ശിക്ഷയാണ് ഭയം. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 26-ാം വചനത്തിലും 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിന്റെ 2-ാം വചനത്തിലും ഈ വിഷയം പറയുന്നുണ്ട്. വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല ഭയത്തെ ഇട്ടുകൊടുത്തു.
അത് അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷയാണ്. അതുകൊണ്ടല്ലേ പ്രതിരോധ സംവിധാനത്തെ അവർ ശക്തിപ്പെടുത്തേണ്ടി വന്നത്. ലോകത്തൊരു മുസ്ലിം രാഷ്ട്രവും പ്രതിരോധ സംവിധാനത്തെ ഇങ്ങനെ ശക്തിപ്പെടുത്തേണ്ടി വന്നിട്ടില്ലല്ലോ. അയൺ ഡോം എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനത്തെ അവർ വളർത്തിയെടുത്ത്, ഒരു ഈച്ച വളർന്നാൽ പോലും കണ്ടുപിടിക്കും, അതിനെ തകർത്ത് കളയുമെന്ന് പറഞ്ഞു അല്ലേ? അയൺ ഡോം വികസിപ്പിച്ചെടുത്ത ഏക രാജ്യവും കൂടിയാണ് ഇസ്രായേൽ. അതും പോരാഞ്ഞിട്ട് പേടിച്ചൊളിക്കാൻ വേണ്ടി മാളങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അത് ഭയത്തിന്റെ ആഴമാണ്. ഈ ഭയം അവരുടെ കൂടപ്പിറപ്പാണ്. അത് വിശുദ്ധ ഖുർആൻ എടുത്തെടുത്ത് പലയിടങ്ങളിലും പറയുന്നുണ്ട്. 59-ാം അധ്യായം സൂറത്തുൽ ഹസ്റിന്റെ 14-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനത്തിൻ ഔ മിൻ വറാഇ ജുദർ. ഇന്നത്തെ ഈ ആയത്തൊക്കെ കേൾക്കുമ്പോൾ, ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ, ഇന്നത്തെ ഇസ്രായേൽ സന്തതികൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിപ്പോയതാണോ ഇതെന്ന് തോന്നിപ്പോകും. എന്താ അതിനർത്ഥം? ലാ യുഖാതിലൂനകും ജമീഅ, അവരൊന്നിച്ചു നിന്ന് നിങ്ങളോട് യുദ്ധം ചെയ്യൂല, ചെയ്യാൻ കഴിയില്ല. അവർക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനത്തിൻ, കെട്ടി ഭദ്രമാക്കപ്പെട്ട കോട്ടയുടെ ഉള്ളിൽ വെച്ചല്ലാതെ അവർക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. നേർക്ക് നേരെ വരാനുള്ള ആ ധൈര്യം അവർക്കില്ല. അല്ലെങ്കിൽ ഔ മിൻ വറാഇ ജുദിരിൻ, ഒരു മതിലിന്റെ പിന്നിൽ നിന്ന് ഒളിച്ചു നിന്നിട്ടല്ലാതെ അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഭയമാണ് അവർക്ക്. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ മൂസാ അലൈഹിസ്സലാമിനോടൊപ്പം പോയ ഇസ്രായേലുകാർ വാഗ്ദത്ത ഭൂമിയിൽ എത്തിയപ്പോൾ പറഞ്ഞു, ഉദ്ഖുലുൽ അർള മുഖദ്ദസത അല്ലതി ഖതബല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തയ്യാറാക്കി തന്നിട്ടില്ല, നിങ്ങൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പരിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞു, വലാ തർതദ്ദു അലാ അദ്ബാരിക്കും, പിന്തിരിഞ്ഞു പോകരുത് കേട്ടോ. കാരണം അത് അവരുടെ സംസ്കാരമാണ്. പിന്തിരിഞ്ഞു പോവുക എന്നുള്ളത് അവരുടെ സ്വഭാവമാണ്. പിന്തിരിഞ്ഞു പോകരുത് കേട്ടോ. അവർ പറഞ്ഞ മറുപടി എന്താ? യാ മൂസ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ, അവിടെ വല്ലാത്ത അഹങ്കാരികളായ, വലിയ ധൈര്യശാലികളായ, ആരോഗ്യവാന്മാരായ ആൾക്കാർ അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് അവരുടെ അടുത്ത് പോയിട്ട് യുദ്ധം ചെയ്യാൻ പേടിയാണ്, ഞങ്ങളില്ല. നീ വേണമെങ്കിൽ നിന്റെ റബ്ബിനെയും കൂട്ടിയിട്ട് പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളില്ല. പേടിയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഭയം അവരെ ബാധിച്ചിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കുള്ള സമാധാനം അവർ നശിപ്പിക്കും. അതാണ് പശ്ചിമേഷ്യയിൽ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ അവരുടെ പ്രശ്നം എന്താ? ഒരു കാരണമില്ലാതെ മനുഷ്യന്മാരെ കൊല്ലും അവര്. നബിമാരെ പോലും ഒരു കാരണമില്ലാണ്ട് കൊന്നു. 300ഓളം പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞ ആളുകളാണ് ജൂതന്മാര്. മൂന്നാമത്തെ അവരുടെ പ്രശ്നം എന്താ? അവർ യുദ്ധം തുടങ്ങി വെക്കും. യുദ്ധം തുടങ്ങി വെക്കാൻ അവരുണ്ടാകുള്ളൂ, പൂർത്തിയാക്കാൻ അവർക്ക് കഴിയില്ല. ഇപ്പൊ പൂർത്തിയാക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയല്ലേ, കണ്ടില്ലേ നിങ്ങൾ? മീഡിയകളിലുള്ള വായിക്കുന്നുണ്ടല്ലോ. അതെല്ലാം പൂർത്തിയാക്കാൻ അവർക്ക് കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബി, യുദ്ധത്തിന് വേണ്ടിയുള്ള തീ അവർ കത്തിക്കുമ്പോഴൊക്കെയും അല്ലാഹു കെടുത്തിക്കളയും. വയസ്ഔന ഫിൽ അർളി ഫസാദ, അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സമാധാനത്തെ കെടുത്താനുള്ള ആളുകളാണ് ജൂതന്മാർ. ഇസ്ലാം സമാധാനത്തെ വളർത്തുന്ന മതമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വരുന്നത് കാണാം. രണ്ടാമത് ഇസ്ലാമിൻ്റെ വളർച്ചയുടെ കാരണം നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാരണമാണ്. ഇസ്ലാമിൻ്റെ വളർച്ചയുടെ കാരണം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് വീണ്ടെടുക്കണം. ഇസ്ലാമിൻ്റെ നീതിബോധമാണ്. ഏത് ക്രൂരതയെയും നീതി കൊണ്ട് നേരിടാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആര് എന്ത് ക്രൂരത ചെയ്താലും അവിടെ അനീതി കാണിക്കാൻ പാടില്ല. അത് ഇസ്ലാം വിളംബരം ചെയ്യുന്ന കാര്യമാണ്. തുടക്കത്തിൽ പാരായണം ചെയ്ത 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 90-ാം വചനം അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു കൽപ്പിക്കുന്നത് നീതിയോടെ, നന്മയോടെ വർത്തിക്കാനാണ്. അത് ഇസ്ലാമിന്റെ വിളംബരമാണ്. എത്ര വലിയ ശത്രുതയുണ്ടായാലും അവരോട് അനീതി കാണിക്കാൻ പാടില്ല. അല്ലാഹു പറഞ്ഞില്ലേ, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു ജനതയോടുള്ള ശത്രുത അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ നീതിയോടുകൂടെ പ്രവർത്തിക്കണം. അതാണ് തഖ്വയിലേക്ക് അടുക്കാനുള്ള മാർഗം. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വരുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ രണ്ടാമത്തെ കാരണമാണത്. നീതി എന്ന് പറയുമ്പോൾ അത് ആർക്കെതിരെയാണെങ്കിലും അവിടെ അനീതി കാണിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 135-ാം വചനത്തിൽ ആ ഭാഗം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ,
കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് നിലകൊള്ളുക എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ആ നീതിയുടെ എതിർഭാഗത്ത് വലൗ അല അൻഫുസിക്കും, നിങ്ങൾ തന്നെയാണ് എങ്കിലും, നിങ്ങൾക്കെതിരെ പറയേണ്ടി വന്നാലും, അവിൽ വാലിദൈനി, മാതാപിതാക്കൾക്കെതിരെ പറയേണ്ടി വന്നാലും, വൽ അഖ്റബീന, കുടുംബക്കാർക്കെതിരെ പറയേണ്ടി വന്നാലും, നിങ്ങൾ നീതിയോടുകൂടെ ഇടപെടാൻ പാടുള്ളൂ, അവരോട് അനീതി കാണിക്കാൻ പാടില്ല. വാപ്പാക്കെതിരെ പറയേണ്ടി വന്നു, ഉമ്മാക്കെതിരെ പറയേണ്ടി വന്നു. എന്താ വിഷയം? അനീതിയും നീതിയും തമ്മിലുള്ള പ്രശ്നമാണ്. മാതാപിതാക്കൾ അനീതി കാണിച്ചു എങ്കിൽ മാതാപിതാക്കളല്ലേ എന്ന് കരുതി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടെന്നാണ് ഇസ്ലാം പറയുന്നത്. അവർ അനീതി കാണിച്ചാൽ ആ അനീതിയെ അനീതിയായി കാണണം. കുടുംബക്കാർ അനീതി കാണിച്ചാൽ, ബന്ധുക്കൾ അനീതി കാണിച്ചാൽ അവിടെ അനീതിയെ അനീതിയായി കാണണം. നീതിയോടുകൂടെ വർത്തിക്കാനുള്ള ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണത്. ഇതിന്റെ ഗൗരവം നമ്മൾ അറിയണമെങ്കിൽ ഈ ഖുതുബയുടെ പരിമിതിയിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 105 മുതൽ 113 വരെയുള്ള വചനങ്ങൾ ഒരു ജൂതന് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി അവതരിപ്പിച്ച വചനമാണ്. സൗകര്യപ്പെടുമെങ്കിൽ ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. ഒരു ജൂതനോട് അള്ളാന്റെ റസൂല് അനീതിയോടുകൂടെ വിധി കൽപ്പിക്കുമോ എന്ന ഒരു വിഷയം വന്നപ്പോ, ജൂതൻ പ്രതിയല്ലാത്തൊരു കേസിൽ ജൂതനെ പ്രതിയാക്കിയെടുത്ത ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനീതി വന്നു പോകുമോ എന്ന് വന്നപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ 105 മുതൽ 113 വരെയുള്ള 8 വചനങ്ങൾ ജൂതൻ അനുകൂലമായി ഇറക്കിയെങ്കിൽ നീതിയുടെ വിഷയത്തിൽ ഇസ്ലാം നൽകുന്ന ഗൗരവം എത്രമാത്രമുണ്ട്. ഇസ്ലാമിന്റെ ഈ നീതിക്ക് ജൂതനെതിരാണ്. അപ്പൊ ഇസ്ലാമിന്റെ വളർച്ചയാണ് മിഡിൽ ഈസ്റ്റിലടക്കം ഇത്തരത്തിൽ ഇസ്ലാമിന് നേരെ അക്രമങ്ങൾ നടത്താനും മുസ്ലിമീങ്ങളെ ഒതുക്കാനുമുള്ള പലരുടെയും ശ്രമത്തിന്റെ ഭാഗം. ആ ഭാഗം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിന്, ലോകത്തിനും പ്രവേശിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വ അസ്തഅഫി അന്നി വ അൻകും വ അൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബർറു റഊഫുർ റഹീം. الحمدلله رب العالمين أصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ജൂത സമുദായത്തിൻ്റെ പ്രത്യേകതകളും അവർ ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ആപത്തുകളും വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെയും ഹദീസിൻ്റെയും വചനങ്ങൾ പരതുമ്പോൾ ആരെങ്കിലും ഇവിടെ നീതിയോടുകൂടെ പ്രവർത്തിക്കാൻ തയ്യാറായി വന്നാൽ അവരെപ്പോലും കൈകാര്യം ചെയ്യുക എന്നുള്ളത് ജൂതന്മാരുടെ ഒരു സ്വഭാവമായിക്കൊണ്ടാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു പറഞ്ഞു, വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തുൽ ആലി ഇമ്രാൻ്റെ 21-ാം വചനത്തിൽ പറയുന്നു, ഇന്നല്ലദീന യക്ഫുറൂന ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്ന ആളുകൾ, വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖിൻ, ഒരു കാരണവും കൂടാതെ നബിമാരെ കൊന്നുകളഞ്ഞ ആളുകൾ, അവർ ചെയ്ത പണി എന്താണ്? വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനന്നാസ്, ജനങ്ങളോട് നീതിയോടുകൂടെ പ്രവർത്തിക്കൂ എന്ന് പറയാൻ വേണ്ടി വന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നീതി നടപ്പിലാക്കാൻ വരുന്ന ആൾക്കാരെ പോലും പിടിച്ചു കൊല്ലുന്ന ആൾക്കാരാണ് അവർ. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് 11 ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലുള്ള അഷ്ദോദ് തുറമുഖത്ത് കണ്ടത്. അഷ്ദോദ് തുറമുഖത്തേക്ക് ഫ്രീഡം ഫ്ലോറില്ല കോളിഷൻ്റെ FFCയുടെ സന്നദ്ധ സംഘടന പ്രവർത്തകരുടെ ഒരു ഷിപ്പ് വരികയുണ്ടായി. ആ ഷിപ്പിൽ പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഭക്ഷണം, അവർക്കുള്ള വെള്ളം, അവർക്കുള്ള പാൽപ്പൊടി, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, പുതപ്പ്, വസ്ത്രങ്ങൾ, നാപ്കിനുകൾ എല്ലാം അടങ്ങുന്നതാണ് ആ ഷിപ്പ്. ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന പലസ്തീൻ്റെ കുട്ടികൾക്കുള്ള ഭക്ഷണവുമായിട്ടാണ് അത് വന്നത്. ആ വന്ന ഷിപ്പിനെ തടഞ്ഞു നിർത്തി
12ഓളം പ്രവർത്തകരെ അവിടെ അറസ്റ്റ് ചെയ്തു, അവരെ ഭീഷണിപ്പെടുത്തി. അതിലുള്ള മുഴുവൻ സാധനങ്ങളും ആ കുട്ടികൾക്ക് കൊടുക്കാതെ അവർ നശിപ്പിച്ചു കളഞ്ഞു. നീതിയോടെ പ്രവർത്തിക്കാൻ ഒരു വിഭാഗം ഇറങ്ങിയാൽ പോലും അവരെ കൊല്ലുന്ന, അല്ലെങ്കിൽ അവർക്ക് നേരെ ഇത്തരം ഭീഷണിയോടുകൂടി ഇറങ്ങുക എന്ന ഒരു പ്രാകൃത സ്വഭാവത്തിൻ്റെ ഉടമകൾ. ആ ഉടമകൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഭൂമിയിൽ പാഠം പഠിക്കൽ അനിവാര്യമാണ്. പഠിക്കില്ല എങ്കിലും നമ്മൾക്ക് ആശ്വാസത്തിന് വേണ്ടി പറയാം, പാഠം പഠിക്കൽ അനിവാര്യതയാണ്. ക്രൂരതയ്ക്കൊരു ആൾ രൂപമുണ്ട് എങ്കിൽ അത് സയനിസ്റ്റുകളാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അവരുടെ വിപത്തിനെ തൊട്ട് ലോകത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.